അളിയാ ഗുഡ് മോർണിംഗ്. ഒന്നുമില്ലളിയാ, ഞാൻ വിളിച്ചതേ കേട്ടൂടെ? ഉറക്കെ പറയാനേ എനിക്ക് തൊണ്ട ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. തൊണ്ട വയ്യ. ആ ഒന്നുമില്ലളിയാ, ഞാൻ ഒരാഴ്ച ഡൽഹിക്കൊന്ന് പോകേണ്ട ഒരു അത്യാവശ്യം, പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിനാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വട്ടച്ചെലവിന് ഒരു 25,000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. നീ കോയമ്പത്തൂരാണ്? നീ എന്തിനു കോയമ്പത്തൂർ പോയത്? അല്ല ഞാൻ ചോദിച്ചത്. ഒരാഴ്ച കഴിയോ? അല്ലളിയാ, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് പോയാലേ ഭാര്യ ഒന്ന് വിളിച്ച് പറയോ, ഒരു 10,000 രൂപ എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ. അവളെ വീട്ടിലാ? ഓ ശരി, ഹാപ്പി ജേണി. താങ്ക് യു. ശരി വെച്ചാലളിയേ. ആ വഴിയും അടഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് അടുത്തൊരു പരിഹാരം? എങ്ങനെ ഇപ്പോൾ പൈസ ഒപ്പിക്കും? ഒന്നുമില്ല, ഞാനേ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നേ. കമ്പനിക്കാർ എന്തോ ഒരു ശല്യമാണെന്ന് അറിയാമോ? വിളിച്ചിട്ട് നമ്പർ മാറ്റിത്തരാം, ഭയങ്കര ഓഫറുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അല്ല 10 രൂപ എന്താ പറയണ്ടായില്ല? അതെ, 10 രൂപയുടെ ഒരു ഓഫർ ഉണ്ടെന്ന്, റീചാർജ്. 10 രൂപയ്ക്ക് 10 രൂപയും കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ 10 രൂപയ്ക്ക് ചാർജ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. എന്നോട് പറ. എന്ത് സത്യം? സത്യമായിട്ട് സത്യം. നീ പെട്ടി പാക്ക് ചെയ്തോ? ഇല്ല, പെട്ടി കിട്ടിയില്ല. പെട്ടി കിട്ടിയില്ലേ? ഞാൻ ഇതാണ് എന്തെങ്കിലും, നമ്മള് ഇന്നാളല്ലേ ടൂർ പോയിട്ട് ആ പെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ. ഇന്നാളോ? 5 കൊല്ലമായി. ഇന്നാളല്ല. 5 കൊല്ലമായാ? എല്ലാം ഇന്നാളത്തെ പോലെ ഇരിക്കുന്നു. നമ്മളത് ആ ഊട്ടിയിലെ ഗാർഡനിലൊക്കെ പൂവൊക്കെ പറിച്ച് നമ്മളെവിടെ ടൂർ പോണേന്ന് ഇപ്പൊ പറ. എന്നാ പെട്ടിയും കിട്ടും, എല്ലാം കിട്ടും. അതെ തങ്കം, നമ്മള് ഇപ്പൊ എങ്ങും ടൂർ പോണില്ല, പക്ഷെ ഞാൻ പോണുണ്ട്. നമ്മൾ പോണില്ല, നിങ്ങൾ പോണുണ്ടോ? അതെന്താ അങ്ങനെ ഒരു പോക്ക്? അയ്യോ ഇടി, അതല്ല ഇത്. ഇപ്പം ഞാൻ പോകുന്നത് നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അടിയന്തരമായിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങിനായിട്ടാണ് ഞാൻ പോണേ. എങ്ങോട്ട്? ഡൽഹിക്ക്. നിങ്ങൾ ഒറ്റയ്ക്കോ? എനിക്ക് വന്നു ഡൽഹിക്ക്. എനിക്ക് അവിടെ ടിപ്പു സുൽത്താന്റെ കോട്ട കാണാനുള്ളത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത്. ആരെ കോട്ട? ടിപ്പു സുൽത്താന്റെ കോട്ട. ടിപ്പു സുൽത്താന്റെ കോട്ട ഡൽഹിയിലാണ്. എടി മന്ദൂസേ, അത് മൈസൂറാണ്. എന്നാ ഡൽഹിയിൽ എന്തോ സാധനം ഉണ്ട്. എനിക്ക് വരണം, എനിക്ക് അത്രേ ഉള്ളൂ. അതെ, ഡൽഹിയിൽ സംഭവമൊക്കെ ഉണ്ട്, അത് ശരി തന്നെ. പക്ഷെ ഞാനിപ്പോ ഇത് പാർട്ടിയുടെ ആവശ്യമായിട്ട് ഞാൻ പോകുന്നതാണ്. ഈ പാർട്ടിയുടെ ആവശ്യത്തിന് ഇപ്പൊ പോയിട്ട് എന്താ പ്രയോജനം? നിങ്ങൾക്ക് പ്രയോജനം ഉണ്ട്. ഞാൻ പറയുന്നു, നീ ബഹളം വെച്ചിട്ട് തക്കളി മോളെ അറിയിക്കണ്ട. അവളും കൂടെ ഇനി ബഹളം വെക്കും. അതെ, ഇപ്പൊ ഞാൻ കേന്ദ്രത്തിലേക്ക് പോകുന്നത്, എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ചിലപ്പോൾ നീ അത് ഏൽപ്പിക്കാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇല്ലെങ്കിൽ എത്രയോ പോങ്ങന്മാർ ഇവിടെ പാർട്ടിയിലുണ്ട്, ഒറ്റ ഒരുത്തിനെ അങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ഡൽഹി കാണാനുള്ള ഒരു ഇതുപോലും ഇല്ലല്ലോ അവന്മാർക്കൊന്നും. അപ്പോൾ എന്താണ് ക്ലീറ്റോയെ വിളിക്കാൻ? അപ്പോൾ ക്ലീറ്റോ അത്രയ്ക്കും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് എന്തിനും യോഗ്യതയുള്ള ഒരാളാണെന്ന് തോന്നിയോണ്ടല്ലേ? അങ്ങനെ അവര് പറഞ്ഞോ? അവരെ പറഞ്ഞില്ല, പക്ഷേ അതായിരിക്കും എന്നാണ് എൻ്റെ സംശയം. ഇല്ലെങ്കിൽ എന്തോ എന്നെ ഏൽപ്പിക്കാനാണ് ഇവിടുത്തെ എന്തോ കാര്യങ്ങൾ. പിന്നെ കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൂറാ. ഇങ്ങനെ വിമാനത്തിൽ വിമാനത്തിലാണ് ഫുൾ ടൈം നമ്മൾ. എവിടെ വേണം. പിന്നെ നിന്നെ ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ നേരെ ടിപ്പുന്റെ കോട്ടയ്ക്കകത്ത് കൊണ്ടുവരും, ഇറങ്ങി തരും. പ്രാർത്ഥിക്കും മോളെ, മിക്കവാറും അങ്ങനെ ആയാ മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്കൊന്നും. അമ്മയോടൊക്കെ പറയാം, അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. പൊന്നു മോളെ, നീ ഇപ്പൊ അമ്മയോട് അമ്മമ്മയോടൊന്നും പറയണ്ട. ഇത് പറയുന്നത് മോശമല്ലേ? ക്ലീറ്റോ മന്ത്രി ആകുമ്പത്തിന് അവരൊക്കെ സന്തോഷിക്കണ്ടേ ക്ലീറ്റോ? എടി, അതൊക്കെ സർപ്രൈസ് ആയിട്ട് എന്നെ എല്ലാവരും കൂടെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വരിക. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ബൊക്കെയൊക്കെ പിടിച്ച് ഇങ്ങനെ വരും. അപ്പൊ പോലീസൊക്കെ ഇങ്ങനെ സല്യൂട്ട് ചെയ്യുമ്പോ അത് മതി കേട്ടാ. അതുവരേക്കും ഞാൻ എവിടെ പോയി എന്ന് ആര് ചോദിച്ചാലും നിനക്കൊന്നും അറിയില്ല, എന്തോ ആവശ്യത്തിന് എങ്ങോട്ടോ പോയി, ഒന്നും പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഇത് ഒരു മനുഷ്യനും അറിയണ്ട. ചുറ്റും ശത്രുക്കളാണ്, അറിയാലോ. വലിയ ശത്രു എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് അവനൊന്നും അറിയിക്കണ്ട. അതുകൊണ്ട് എന്റെ പൊന്നുമോള് പെട്ടെന്ന് എല്ലാം ഒന്ന് പെട്ടിയൊക്കെ നോക്കി എടുത്തേ. നോക്കി എടുക്കങ്ങോട്ട് തങ്ക. ഇതത്ര ശരിയല്ല. അതെ, കേന്ദ്രമന്ത്രിയൊക്കെ ആകാൻ പോകുന്ന ഒരാളുടെ ഭാര്യയുടെ മാലയ്ക്ക് ഈ നീളം പോരാ.
മന്ത്രി ആകുമ്പോൾ നീട്ടി തന്നാ മതി. ആ ഞാനിപ്പോൾ ഡൽഹി പോകുമ്പോൾ ഈ മാലയും കൂടെ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് കുറെ കൂടെ നീളമുള്ള മാലയൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നു. എങ്ങനെ? എനിക്ക് ഡൽഹിയിലെ സ്വർണ്ണം വലിയ ഇഷ്ടമല്ല. ഇവിടെ മന്ദബുദ്ധിയാണെങ്കിലും ചില സമയത്ത് കുരുട്ട് ബുദ്ധിയാ. ഓ എത്ര ജോഡി ഡ്രസ് വേണം? എത്ര ദിവസം ഉണ്ട് അവിടെ? എല്ലാം എടുത്തു വെച്ചോ. നടരാജ, ഞാൻ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. ഒന്നുമില്ല, പിന്നെ നമ്മുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് എന്നെ അത്യാവശ്യമായിട്ട് ഡൽഹിക്ക് ചെല്ലാനായിട്ട് വിളിച്ചു പറഞ്ഞേക്കാണ്. ഡൽഹിക്ക്. അപ്പോൾ ഡൽഹിക്ക് പോയി ഒരാഴ്ച ഞാൻ അവിടെ തങ്ങണേ. അപ്പോൾ പോയി വരാനൊക്കെ എല്ലാം കൂടെ ആയിട്ടൊരു വട്ടച്ചിലവിന് നീ എനിക്കൊരു 25,000 രൂപ ഒന്ന് സഹായിക്കില്ല? അല്ല, പാർട്ടിക്കാർ നമുക്ക് പൈസ തരും, പക്ഷെ അത് പിന്നെ അവർ ബില്ലൊക്കെ പാസ്സാക്കി ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് ചിലവാക്കി പോകണമല്ലോ. അതാണല്ലോ നമ്മുടെ പാർട്ടിയുടെ നയം. അപ്പോൾ ഞാൻ പോയി വരണവരെ ഒരു 25,000 രൂപ നീ എനിക്ക് ചിലവിനായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാം. തരാമെന്നാണോ അത് ഇല്ലെന്നാണോ? ഇല്ല. അത് നീ നിന്റെ കയ്യിൽ പൈസ ഇല്ലെന്നാണോ, നീ എനിക്ക് പൈസ തരില്ലെന്നാണോ? പൈസ തരില്ല, പക്ഷെ തരാം. നീ എന്താണ് തെളിച്ച് പറ, നീ തരുമോ ഇല്ലെന്നുള്ളത് പറ. പക്ഷെ തരാം, പക്ഷെ എന്നെ കൂടെ ഒന്ന് ഡൽഹിക്ക് കൊണ്ടുപോകും. എവിടെ? ഡൽഹിക്ക്. നിന്നെ? നടരാജ, അതിപ്പോ ഇവിടത്തെ തന്നെ പല നേതാക്കളെ ഒഴിവാക്കിയിട്ട് എന്നെ മാത്രമാണ് ഡൽഹിക്ക് വിളിച്ചേക്കുന്നത്. പിന്നെ അതിന് കൂടുതൽ നിന്നെ കൂടെ കൊണ്ടുപോയി അത് പാർട്ടിയിൽ വലിയ വിഷയമാവും. അതുകൊണ്ട് അതൊന്നും നടക്കില്ല. നിന്നെ ഞാനേ 2 മാസം കഴിഞ്ഞ് അടുത്ത് ഞാൻ പോകും. അപ്പോഴത്തേക്ക് നിന്നെ കൊണ്ടുപോവാം. പൈസ അപ്പോൾ തരാം. നീയേ ഇവനെ ഒന്ന് തന്ന് സഹായിക്കും. പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോയാൽ ശരിയാവല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾ വേണമല്ലോ പാർട്ടിയുടെ. അതുകൊണ്ടാണ്. അപ്പോൾ നീ തൽക്കാലം പിന്നെ ഒരു 25,000 രൂപ ഒന്ന് സഹായിക്കും. ഒരു 20എങ്കിലും 20 ആയാലും മതി. ഇല്ല, തരില്ല. തീരുമാനിച്ചു. എന്നാ നീ ചെല്ല് കേട്ടാ. പുതിയ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കല്ലേ, സൂക്ഷിച്ച് കൊണ്ടുപോ. പൈസ ഞാൻ ഒപ്പിച്ചോളാം കേട്ടാ. ചെല്ല്. വേണ്ട എന്നെ വേണോടാ. ജമന്തി, ജമന്തി, നീ എവിടെയാ? അതെ, എവിടെ കിടന്നിരുന്ന പത്രം? എവിടെ പത്രം? എന്താ നിനക്ക് അറിഞ്ഞൂടെ? രാവിലെ പത്രം എടുക്കുന്നേ. ഇവിടെ പത്രം ഉണ്ടായിരുന്നു, അത് എവിടെയെന്ന്? ഇവിടെ പത്രം എടുക്കുന്ന ഏട്ടൻ കണ്ടോ? തലക്ക് വന്നിട്ട് തരും ഞാൻ. ചുമ്മാ ഒരു ഏട്ടൻ കണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചാ എങ്ങനെയാ? ഞാൻ കണ്ടില്ലോ. ഇന്ന് പത്രം വന്നോ? പത്രം വന്നിടി, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് അതിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് പത്രം കാണാനില്ല. പിന്നെ എവിടെ പോയി? എവിടെ പോവും? അമ്മേ, അമ്മേ, മക്കളെ, ഞാൻ ഈ ചായ ഒന്ന് ഇറക്കി വെക്കട്ടെ. ഇവിടെ വരുന്ന എന്ത് പത്രം? എവിടെ പത്രമോ? പത്രം ഇവിടെ ഇരുന്നിരുന്നായിരുന്നല്ലേ? പത്രം എന്റെ മൂട്ടിലാണ് പത്രം. അയ്യോ, പത്രം ചിലപ്പം വാർത്തയൊക്കെ വായിക്കാൻ വേണ്ടിട്ട് ക്ലീറ്റസ് എത്തോണ്ട് പോയി കാണും പാർട്ടിയുടെ. അവന്റെ പാർട്ടിയുടെ വാർത്തകൾ വായിക്കണമെങ്കിൽ അവൻ പൈസ കൊടുത്ത് വായിക്കണം. അല്ലാതെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള പത്രം എടുത്തുകൊണ്ടല്ല വാർത്തകൾ വായിക്കേണ്ടത്. ഞാൻ വാങ്ങണത് എനിക്ക് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല, എന്നാ അത് വായിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയി തിരിച്ചിവിടെ കൊണ്ട് ഇടാലോ. അതിന് പറ്റൂല. എന്റെ ഏട്ടൻ പൈസ മുടക്കി മേടിക്കണ പത്രം അങ്ങോട്ട് ഓസിക്ക് കൊണ്ടുപോയി വായിക്കാൻ കൊള്ളാം, തിരിച്ചു തരാൻ പറ്റില്ല. ഒരു പത്രം വായിക്കാനല്ലേ എടുത്തോണ്ട് പോയത്, അത് നമുക്ക് ഇങ്ങോട്ട് എടുത്തോണ്ട് വരാന്നതല്ലേ ഉള്ളൂ. അതെന്തിനാണ് നമ്മൾ എടുത്തോണ്ട് വരണേ? അവർക്ക് ഇങ്ങോട്ട് തിരിച്ചോണ്ട് തന്നാ എന്താ കുഴപ്പം? ഞാൻ പോയി എടുത്തോണ്ട് വരാം. അമ്മ പോയി എടുത്തോണ്ട് വരണ അല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു സാധനം ഇവിടുന്ന് കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരാനുള്ള മര്യാദ വേണം. വായിട്ടലക്കാതെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വായിട്ടലക്കില്ല. നീ എന്തെങ്കിലും മിണ്ടിയില്ലെങ്കിലോ? എന്താ മിണ്ടാത്തെ? ചില നേരത്തെ നമ്മുടെ സ്വഭാവം കൊണ്ടായിട്ടല്ലോ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ തോന്നും. ചുമ്മാ തിന്നുമ്പോഴേ കൊഴുപ്പ് കയറുമ്പോഴേ അങ്ങനെ പലർക്കും ഇറങ്ങി പോകണമെന്ന് തോന്നും. അങ്ങനെ കൊഴുപ്പ് കയറി ഇറങ്ങിപ്പോയ പെൺപിള്ളേരെ പിറ്റേന്ന് പേപ്പറിലാ വായിച്ചിട്ടുള്ളത് ഞാൻ. ഈ അമ്മ എന്തിനാ ഈ അനാവശ്യമൊക്കെ പറയണേ? അനാവശ്യമാണോ? നീ എന്നോട് പറയിപ്പിച്ചതല്ലേ? ഞാനാണോ പറയിപ്പിച്ചത്? അമ്മയല്ലേ ഈ അനാവശ്യം ഞാനാണോ പറഞ്ഞത്? എന്താണ് ഇപ്പൊ ഇവിടെ വിഷയം? പിന്നെ അല്ലാതെ അമ്മ എന്താ പറയണേ? ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നോ? നീ പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞത്? അമ്മേ, ചുമ്മാ എഴുതാപ്പുറം വായിക്കരുത് കേട്ടോ. എഴുതാപ്പുറം അല്ല വായിച്ചത്. നീ പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. എന്റെ ചെറുക്കന്റെ മനസ്സ് വേദനിപ്പിച്ച് നിനക്ക് സമാധാനമായല്ലോ.
ഞാനെന്ത് ചെയ്തു? അല്ല നീ ഒന്നും ചെയ്തില്ല, ഞാൻ പോയി എടുത്തോണ്ട് വന്നോളാം, അത്രേ ഉള്ളു കാര്യം. വേണ്ട, ഞാനും കൂടി വരും. എന്തോത്തിനാണ് ഒരു പത്രം എടുക്കാൻ 1000 പേര്? നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. ദേഷ്യപ്പെടല്ലേ അമ്മ, ഞാനും വരും. ദേഷ്യപ്പെടരുത് അമ്മ, ഞാനും വരും. നിനക്ക് മര്യാദയ്ക്ക് ആദ്യം ഇങ്ങനെ സംസാരിച്ചാ പോരാ, എന്നെ കൊണ്ടിട്ട് അലപ്പിക്കാനായിട്ട് അവൻ പോയി കിടക്കുന്നത് കണ്ട. മക്കളെ, ഞാൻ പേപ്പർ എടുത്തോണ്ട് തരാം. ഞാനും. Alien versus Alien.